നമസ്കാരം. കേരളത്തിലെ പ്രാദേശിക ഭരണ തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി വീണ്ടും വിവാദം ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ കേന്ദ്രീകരിച്ച് വോട്ടർ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായുള്ള കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ നിറം നൽകി കഴിഞ്ഞു. മുന്നിൽ നിന്ന് പോരാടാതെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുകയാണ് മത്സര രംഗത്ത് തങ്ങൾക്ക് ശക്തരായ എതിരാളികളാകുന്നവരെയൊക്കെ സഖാക്കൾ. കഴിഞ്ഞ ദിവസം അത് വൈഷ്ണ എന്ന UDFന്റെ പെൺപുലി ആയിരുന്നെങ്കിൽ ഇന്നത് VM ബിനു ആണ്. എതിരാളികളുടെ പേര് മാത്രമേ മാറുന്നുള്ളൂ, തന്ത്രം മെനയുന്ന എല്ലാവരും ചെങ്കൊടി കയ്യിലേന്തിയവർ തന്നെയാണ് എന്നതിൽ മാറ്റമൊന്നും വരുന്നില്ല. മേയർ സ്ഥാനാർത്ഥിയായ VM ബിനുവിന്റെ പേരാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒഴിവാക്കപ്പെട്ടത്. കേരളത്തിൽ ഓരോ സ്ഥലത്ത് കാലങ്ങളായി താമസിച്ചു വന്ന പല വ്യക്തികൾക്കും ഇപ്പോൾ സഖാക്കൾക്കെതിരെ മത്സര രംഗത്തേക്ക് കടന്നപ്പോൾ കുടികിടപ്പുകാരുടെയും അഭയാർത്ഥികളുടെയും ഗതികേടാണുള്ളത്. സമ്മതിദാനാവകാശം പോലും വിനിയോഗിക്കാൻ കഴിയാതെ ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്ത് കേവലം ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ തുനിഞ്ഞതിന്റെ പേരിൽ പലരും തഴയപ്പെടുമ്പോൾ അതിനു പിന്നിൽ ശക്തമായ ഗൂഢാലോചന ഉണ്ടെന്ന് ഒന്നിരുത്തി ചിന്തിച്ചാൽ ബോധമുള്ള ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകും. വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ എന്ന വിഷയത്തിൽ കേരളം വർഷങ്ങളായി അനുഭവ സാക്ഷിയാണ്. ഏത് തിരഞ്ഞെടുപ്പിനെയും പോലെ വോട്ടർമാരുടെ പട്ടിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന അവകാശമായ വോട്ടിന്റെ ഉറപ്പാക്കലിന്റെ പ്രധാന ഘടകമാണ്. പട്ടികയിൽ കാണുന്ന ഒരു തെറ്റുപോലും ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവ് പുലർത്തുന്നവയാണ്. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോടിൽ ഉയർന്ന ആരോപണം ഗൗരവകരമായ പഠനത്തിനാണ് വഴിയൊരുക്കുന്നത്. ഏതൊരു സംസ്ഥാനത്തെയും പോലെ കേരളത്തിലും വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് എത്രമാത്രം കൃത്യമായിരിക്കണമെന്ന് നിയമം തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ പട്ടികയിൽ പേരുകൾ ഒഴിവാക്കപ്പെടുക, മാറ്റം വരുക, തിരിച്ചറിയൽ വിശദാംശങ്ങൾ തെറ്റിപ്പോവുക ഇവയൊക്കെ വോട്ടർക്ക് അവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ സൃഷ്ടിക്കുന്നു. VM ബിനുവിന്റെ പേരെടുത്തു കളഞ്ഞ സംഭവത്തിൽ രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതൊരു സാങ്കേതിക പിഴവാണോ, അല്ലെങ്കിൽ കൃത്യമായി കണക്കുകൂട്ടി ആ പേര് ഒഴിവാക്കിയതാണോ? കോഴിക്കോട് DCC ഉയർത്തുന്ന ആരോപണം രണ്ടാമത്തേതിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതായത് രാഷ്ട്രീയ പ്രയോജനത്തിനായി ചിലരുടെ പേരുകൾ ഒഴിവാക്കി പ്രത്യേക പാർട്ടിക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നവർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ നിൽക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്ക് തന്നെ എന്തുകൊണ്ട് ഈ ഗതികേട്? അപ്പോൾ ഇത് ഗതികേടല്ല, ആസൂത്രിതമായ തീരുമാനമാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി പലവട്ടം അധികാരം പിടിച്ചിട്ടുണ്ട്. ദീർഘകാലത്തെ ഭരണാനുഭവം സംസ്ഥാനത്തിന് ചില ശക്തിയും സ്ഥിരതയും നൽകിയിട്ടുണ്ടെങ്കിലും മറുവശത്ത് ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഒന്നാമതായി, ദീർഘകാല ഭരണം ചിലരിൽ ഭരണമുദ്രിത മനോഭാവം വളർത്താൻ ഇടയാക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നു. ഭരണ സംവിധാനം പാർട്ടി ഘടനയുമായി അത്യധികം സംയോജിതമാകുമ്പോൾ പൊതുജനങ്ങളുടെ വിശ്വാസ്യതയ്ക്കും ഭരണകൂടത്തിന്റെ നിഷ്പക്ഷതയ്ക്കും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ഭരണയന്ത്രത്തിന്റെ വിവിധ നിലകളിൽ ഒരേ രാഷ്ട്രീയ ചിന്താധാര ബലപ്പെട്ടാൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന്റെ നെറുകേടിനെതിരെ ശബ്ദമുയർത്തുന്നത് പ്രായോഗികമായും മാനസികമായും പല മേഖലകളിലും ബുദ്ധിമുട്ടാകും. ഇതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം വോട്ടർ ലിസ്റ്റ് പോലുള്ള സർക്കാർ നിയന്ത്രിത സംവിധാനങ്ങളിലാണ് കാണുന്നത്. സുതാര്യതയും നിരീക്ഷണ സംവിധാനവും ശക്തമല്ല എങ്കിൽ അന്വേഷണ വിധേയമായ പിഴവുകളും തെറ്റുകളും ജനാധിപത്യത്തെ അപകടത്തിലാക്കും. കോഴിക്കോട് കോൺഗ്രസ് വ്യക്തമാക്കുന്ന ആരോപണം ഇത്തരത്തിലുള്ള ഭരണം സംബന്ധിച്ച വിമർശനങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് തന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഇല്ലാതായാൽ സാധാരണ വോട്ടർമാരുടെ പേരുകൾ എത്രത്തോളം സുതാര്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്ന ചോദ്യവും ഉയരുകയാണ്. ഇത്തരം സംഭവങ്ങൾ ജനങ്ങളിൽ ഒരു സംശയാത്മക മനോഭാവം സൃഷ്ടിക്കും. വോട്ടറുടെ അവകാശം സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ പ്രധാന കർത്തവ്യമാണ്. ഒരു പൗരന്റെ പേരാണ് അനധികൃതമായി ഒഴിവാക്കപ്പെടുന്നതെങ്കിൽ അതൊരു വ്യക്തിയുടെ അവകാശം നഷ്ടപ്പെടുന്നു എന്നതിലുപരി തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്നതാണ് പ്രധാന പ്രശ്നം. VM ബിനുവിന്റെ പേരില്ലാതായതിനെ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് DCC അറിയിച്ചു. തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ പ്രകാരം വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് നിർദ്ദിഷ്ടമായ പരിഹാര മാർഗങ്ങൾ ഉണ്ട് എങ്കിലും ഇത്തരം വിവാദങ്ങൾ പൊതുസമൂഹത്തിൽ അവകാശങ്ങളെ ബാധിക്കുന്നതിനാൽ അതൊരു രാഷ്ട്രീയ സംഭവമാവുകയാണ്. വോട്ടർ ലിസ്റ്റ് പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ മാർഗരേഖകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആവർത്തിച്ചു വരുന്ന ഇത്തരത്തിലുള്ള കേസുകൾ പരിശോധനാ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല, ഒരു പൗരന്റെ വ്യക്തമായ ന്യായമായ അവകാശങ്ങളെ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർ ബലി കൊടുക്കുന്നത് ഭരണവിരുദ്ധത അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഈ സംഭവം വ്യക്തിഗത പരാതി മാത്രമല്ല,
ഇത് കേരള രാഷ്ട്രീയത്തിനുള്ള വലിയ സന്ദേശവുമാണ്. ഭരണ സംവിധാനവും തിരഞ്ഞെടുപ്പ് സംവിധാനവും പാർട്ടികളുടെ സ്വാധീനത്തിൽ നിന്നകന്ന് കൂടുതൽ സ്വതന്ത്രവും സുതാര്യവുമായിരിക്കണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്നു. വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റതാകുമ്പോൾ മാത്രമേ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശ്വാസ്യത നേടൂ. സംശയങ്ങളുടെ ഭാരം കൂടിയാൽ ജനാധിപത്യത്തിന്റെ ആത്മാവ് പോലും തകരും. കോഴിക്കോടിൽ ഉയർന്നിരിക്കുന്ന വോട്ടർ ലിസ്റ്റ് വിവാദം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആരോപണം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ആദർശങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഗൗരവമായ ചോദ്യമാണ്. വോട്ടർ പട്ടികയിലെ പിഴവോ ഇടപെടലോ ഏതായാലും അത് ജനങ്ങളുടെ അടിസ്ഥാന അവകാശത്തെ ബാധിക്കുന്നതാണ്. നിയമപരമായ അന്വേഷണം നടത്തുകയും ആവശ്യമായ തിരുത്തലുകൾ നടപ്പാക്കുകയും ചെയ്യുന്നത് നിർബന്ധമാണ്. കേരളത്തിലെ ഭരണരീതികളെയും രാഷ്ട്രീയ സംസ്കാരത്തെയും ഈ സംഭവങ്ങൾ വീണ്ടും വിലയിരുത്താൻ സമൂഹത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും നിർബന്ധിതരാക്കും. അതുകൊണ്ട് തന്നെ ചെയ്തു കൂട്ടുന്ന ഇത്തരം നെറുകേടുകൾ വോട്ടു ബാങ്കായി മാറുമെന്നുള്ള ധാരണ പൊതുജനം തിരുത്തി കുറിക്കുമെന്ന് നേതാക്കന്മാർ ഓർത്താൽ നല്ലത്. വിഡ്ഢികളല്ല പൊതുജനം നേതാക്കന്മാരെ.